ഹലോ ഓൾ. സോ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോമെട്രിക് വ്യൂവും പേഴ്സ്പെക്റ്റീവും എന്താണ് എന്നുള്ളതാണ്. യൂഷ്വലി കുറേ ടെക്നീക്സ് ഉണ്ട് നമ്മൾ ഒരു 3D ഫോം 2D പ്ലെയിനിൽ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ യൂഷ്വലായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന രണ്ട് ടെക്നിക്കാണ് നമ്മുടെ ഐസോമെട്രിക് വ്യൂവും പേഴ്സ്പെക്റ്റീവ് വ്യൂവും. അതിൽ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് സാധാരണ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനെ ഡയറക്റ്റായിട്ട് എടുത്ത് വളരെ ഈസി ആയിട്ട് 3D ഫോമിൽ ഡെപ്പിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ഒരു ടെക്നിക്കാണ് നമ്മുടെ ഐസോമെട്രിക് വ്യൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഐസോമെട്രിക് വ്യൂ എന്താണെന്ന് തന്നെ മനസ്സിലാക്കി കളയാം. സോ ഫസ്റ്റ് ഒരു ബേസ് ലൈൻ ഉണ്ടാവും. അതിലൊരു പോയിന്റിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരും. ഇത് Z ആക്സിസ് ആയിരിക്കും. പിന്നെ നമ്മുടെ എക്സും വൈയും അത് വന്നിട്ട് 30 ഡിഗ്രി ആംഗിളിൽ ആയിരിക്കും രണ്ടും വരിക. 30 ഇനി ഇത് തമ്മിൽ 120 ഡിഗ്രി ആംഗിൾ ഡിഫറൻസ് ഉണ്ടാകും. ഇതാണ് ഈ ബേസിക് റൂൾ, ഒരു ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നതിനുള്ള ബേസിക് റൂൾ. പിന്നെ എല്ലാം എക്സ് ആക്സിസിലോട്ട് പോകുന്ന എല്ലാ ലൈനും 30 ഡിഗ്രി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ആംഗിളിൽ തന്നെ ഫോളോ ചെയ്ത് പോകും. പാരലൽ ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. വൈ അതേപോലെ തന്നെ പാരലൽ ആയിരിക്കും. സിമിലർലി Z ആക്സിസും ഇതേപോലെ പാരലൽ ആയിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഷേപ്പാണ് നമുക്ക് ക്യൂബ് നമുക്കൊന്ന് വരച്ച് നോക്കാം. സോ ക്യൂബിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു ബേസ് ലൈൻ ഉണ്ടാവും. പിന്നെ നേരെ ഫ്രണ്ടിൽ വരുന്നത് ഒരു ലീഡിങ് എഡ്ജ് എന്ന് പറഞ്ഞൊരു എഡ്ജ് ആയിരിക്കും. കാര്യം നമ്മളുടെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു എഡ്ജാണത് ലീഡിങ് എഡ്ജ്. ലീഡിങ് എഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സ് ആക്സിസ് അവിടെ ഒരു സ്ക്വയർ വരും, റൈറ്റ്. അതിനുശേഷം ഇവിടെ വൈ ആക്സിസിലോട്ടും ഒരു സ്ക്വയർ. ഇപ്പോൾ ഞാൻ പറഞ്ഞു പാരലലായിരിക്കും, ഇതിന് പാരലലായിരിക്കും ഈ ഫേസല്ല എഡ്ജും, സോറി. ഇനി ഇതിന് ഇങ്ങോട്ട് പോകുന്നതെല്ലാം വൈ ആക്സിസിലോട്ടാണല്ലോ, പാരലൽ ടു വൈ. സിമിലർ ടു ദാറ്റ് എക്സ് ആക്സിസിലോട്ട് പോകുമ്പോഴും പാരലൽ ടു ദാറ്റ്. ഇപ്പോൾ നമുക്കൊരു ക്യൂബായി. ബട്ട് ഇങ്ങനെയല്ല നമ്മൾ യൂഷ്വലി കണ്ണാൽ കാണുന്നത്. അത് പേഴ്സ്പെക്റ്റീവ് വ്യൂവിലാണ് കണ്ണാൽ കാണുന്നത്. പക്ഷേ ഇത് വളരെ ഈസി ഡെപ്പിക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് വച്ച് നമുക്ക് ഐസോമെട്രിക് വ്യൂവിൽ പല പല ഷേപ്സ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ പരിചയപ്പെടാം. ഇത് ഇപ്പോഴത്തേക്കും നമുക്ക് വളരെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ബേസിക്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്ക് നേരെ പേഴ്സ്പെക്റ്റീവിലേക്ക് കടക്കാം. പേഴ്സ്പെക്റ്റീവ് വരുമ്പോൾ പേഴ്സ്പെക്റ്റീവ് 3 ടൈപ്സ് ഉണ്ട്: 1 പോയിൻറ്റ്, 2 പോയിൻറ്റ് ആൻഡ് 3 പോയിൻറ്റ്. ഈ പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതാണ് വാനിഷിംഗ് പോയിൻറ്റ്. അതായത് ഈ ലൈൻസ് ഓരോരോ പ്ലെയിൻസിലെ ഓരോ ലൈൻസും ഏത് പോയിന്റിൽ പോയി മീറ്റ് ചെയ്യുന്നു അതിനെയാണ് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ 1 പോയിന്റ് പേഴ്സ്പെക്റ്റീവിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 വാനിഷിംഗ് പോയിന്റ്, 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 വാനിഷിംഗ് പോയിന്റ്, 3 പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 വാനിഷിംഗ് പോയിന്റ്. സോ നമുക്ക് വളരെ ബേസിക്കായിട്ട് 1 പോയിന്റ് എന്താണെന്നും 2 പോയിന്റ് എന്താണെന്നും 3 പോയിന്റ് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. 1 പോയിന്റ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറൈസൺ ലൈൻ ഉണ്ടാവും. നമ്മളെപ്പോഴും ഒരു ലൈൻ ഉണ്ടാവും, അതിനെ ഹൊറൈസൺ ലൈൻ എന്തായിരിക്കും പറയുന്നത്. നമ്മൾ കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ അവിടെ നമുക്ക് എല്ലാം പോയി ഒരു ലൈനിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ വിചാരിക്കും സ്കൈയും കടലും ഒക്കെ ഒരു ലൈനിലാണ് മീറ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നത്. അത് ഹൊറൈസൺ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്, ഹൊറൈസൺ ലൈൻ. ഹൊറൈസൺ ലൈനിൽ ഒരു പോയിൻ്റ് ആയിരിക്കും വാനിഷിംഗ് പോയിൻ്റ്. ഇത് ഞാൻ പറയുന്നത് 1 പോയിൻറ്റ് പേഴ്സ്പെക്റ്റീവിനെയാണ്. അപ്പോൾ ഏതൊരു ലൈനും ഇവിടെ പോയി ഈ പോയിന്റിലേക്ക് പോയി മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ റെയിൽവേ പാളം, വിദൂരത്തിൽ പോയി നിൽക്കുന്ന ഒരു റോഡ്, അതൊക്കെയാണ് വളരെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്നത്. ഇത് 1 പോയിൻറ്റ് പേഴ്സ്പെക്റ്റീവ്, എല്ലാം ഇവിടെ പോയി മീറ്റ് ചെയ്യും. ഇതിൽ Z ആക്സിസ് വരുന്നതെല്ലാം പാരലൽ ആയിരിക്കും. ബേസിക് റൂളാണ്, Z ആക്സിസിൽ വരുന്നതെല്ലാം പാരലൽ ആയിരിക്കും. പിന്നെ നമ്മളുടെ ഇപ്പോൾ സപ്പോസ് വി ആർ
വാച്ചിങ് എ ബസ്. ഒരു ബസ് കാണുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ എല്ലാം പാരലലായിരിക്കും, ബട്ട് അകത്തോട്ട് പോകുന്നത് ആ ഒരു ഡെപ്ത് കാണുന്നത് മാത്രം ആ ഒരു പോയിന്റിൽ പോയി മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അത് ഞാൻ ഇമേജ് കാണിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ലൈക്ക് ദാറ്റ്. ഇതാണ് 1 പോയിന്റ് പെർസ്പെക്റ്റീവ്. ഈ 2 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ ഓരോ ടോപ്പിക്ക് തന്നെ എടുത്ത് നമുക്കതിനെ എക്സസൈസസും എല്ലാം നമുക്ക് കാണാം. സോ ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് 2 പോയിന്റ് പെർസ്പെക്റ്റീവാണ്. 2 പോയിന്റ് പെർസ്പെക്റ്റീവിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൊറൈസൺ ലൈൻ ഉണ്ടാവും. ഹൊറൈസൺ ലൈനിൽ 2 പോയിന്റ് ഉണ്ടാവും. സേ എ ആൻഡ് ബി. 2 പോയിന്റ് ഉണ്ടാവും. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്ഷനിലോട്ട് പോകുന്ന ഫേസസ് മാത്രമേ ഒരു പോയിന്റിലേക്ക് പോയി മീറ്റ് ചെയ്യുള്ളൂ. ഇതിൽ 2 ഫേസസ് സെപ്പറേറ്റ് 2 പോയിൻ്റായിട്ട് പോയി മീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിൽ സെഡ് ആക്സിസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സെഡ് ആക്സിസ് കോൺസ്റ്റൻ്റ് അല്ല, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് ഇതിലൊരു ബേസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ക്യൂബ് തന്നെ ആക്കാം. ഈ ക്യൂബിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് നമുക്ക് കാണുന്നതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോകുന്നതെല്ലാം ബിയിലോട്ട് പോയി മീറ്റ് ചെയ്യുന്നതായിട്ടും ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതെല്ലാം എയിലോട്ട് പോയി മീറ്റ് ചെയ്യുന്നതായിട്ടും കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെഡ് ആക്സിസിലെല്ലാം പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഒരു ക്യൂബ്സ് എ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് എവിടെ? ബിയിൽ പോയി മീറ്റ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതെല്ലാം എയിലോട്ട് പോയി മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്യൂബ്. ഇതാണ് നമ്മൾ യൂഷ്വലി റിയൽ ലൈഫിൽ ഒരു 3D ഫിഗർ കാണുമ്പോൾ നമ്മൾ യൂഷ്വലി പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ റൂമിൻ്റെ കോർണറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോർണറിൽ ഈ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് റൂമിൻ്റെ കോർണർ എന്ന് വയ്ക്കുക. ഇങ്ങോട്ട് പോകുന്നത്, അതായത് ഇത്തിരി വെളിയിലോട്ട് വരുന്നതെല്ലാം ബിയിലും എയിലോട്ട് പോയി മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതും ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുന്നതും ഇങ്ങനെ നമുക്കൊരു കോർണറിൽ കാണാൻ പറ്റും. നമ്മളുടെ പെയിൻറ്റിങ്ങും ഇപ്പോൾ ഭിത്തിയിലൊരു പെയിൻറ്റിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡോറുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെഡ് ആക്സിസിലെല്ലാം പാരലലായിരിക്കും, എല്ലാ ലൈൻസും പാരലലായിരിക്കും. അത് ഒരിടത്തോട്ടും പോയി കൺവേർജ് ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം എയിലോട്ടോ ബിയിലോട്ടോ പോയി മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അടുത്തതാണ് 3 പോയിന്റ് പെർസ്പെക്റ്റീവ്. 3 പോയിന്റ് പെർസ്പെക്റ്റീവിൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ടോളായിട്ടുള്ളൊരു ബിൽഡിങ്ങിൻ്റെ നേരെ താഴെ പോയി നോക്കുകയാണെന്ന് വയ്ക്കാം. അത് ഒരു പോയിന്റിലോട്ട് ചെന്ന് മെർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈവൻ ഹൈറ്റ് സെഡ് ആക്സിസ് പോലും അതൊരു പോയിന്റിലേക്ക് പോയി കൺവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണ് യൂഷ്വലി 3 പോയിന്റ് പെർസ്പെക്റ്റീവിൽ കാണപ്പെടുന്നത്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഹൊറൈസൺ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി കാര്യം 3 പോയിൻ്റ് ഉണ്ട്. 3 പോയിൻ്റ് ഒരിക്കലും നമുക്കൊരു ഹൊറൈസണിൽ കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 പോയിൻ്റ് എയും ബിയും ഓരോ പോയിന്റിൽ പോയി മീറ്റ് ചെയ്യുന്നതായിട്ടും സി എന്ന് പറഞ്ഞ് നമ്മളുടെ സെഡ് ആക്സിസിൻ്റെ പോയിന്റ് വേറെ ഏതോ ഒരു മേ ബി ഒരു ഹൈറ്റിലോട്ടൊരു പോയിന്റിലോട്ട് പോയി മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടോൾ ബിൽഡിംഗ് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ടോൾ ബിൽഡിങ്ങിൻ്റെ വിൻഡോസ് ഓരോ ഫ്ലോറുകളും ഇതേപോലെ ഓരോരോ എല്ലാം ഈ പോയിന്റിലോട്ട് പോയി മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ടോപ്പിലോട്ട് പോകുന്നതെല്ലാം ഞാൻ പറഞ്ഞ പോലെ സിയിൽ പോയി മീറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോർണറിൽ ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുകയാണെന്ന് വയ്ക്കാം. അത് നേരെ പോയി സിയിലോട്ട് പോയി മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം ഇത് ഹൈറ്റ് കൂടുതലാണ്. ഒരു സർട്ടൻ ഹൈറ്റിന് ശേഷമുള്ളതെല്ലാം നമ്മൾ ഈ ഒരു വ്യൂവിലായിരിക്കും പൊതുവെ കാണുക. ഇതാണ് 3 പോയിന്റ് പെർസ്പെക്റ്റീവ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഓരോരോ ടോപ്പിക് ഓരോ വീഡിയോയിലായിട്ട് എടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ബേസിക് എക്സസൈസസും ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം
എന്നുള്ള ബേസിക് എക്സസൈസസും കൂടി ചേർത്ത് നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു.